സുനീറിൻ്റെ കെണിയിൽ ഇവൻ കൊണ്ടുപോയിട്ട് തല വെച്ചിട്ടുണ്ട് ബിനോയ് വിശ്വം എന്ന് പറയുന്നത്. ഈ പറയുന്ന സുനീറോ ഈ പറയുന്ന ബിനോയ് വിശ്വം സ്വന്തം ബൂത്തിൽ ലീഡ് ചെയ്യുമോ? ഇപ്പം ഈ സമ്മേളനത്തിലുള്ള ഉദ്ഘാടന സെഷനിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു, ഒന്ന് ആദരിച്ചു. എന്താ കുഴപ്പമുള്ളത്? എന്തൊക്കെ കുഴപ്പങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും പിണറായിയും കോടിയേരിയും മര്യാദ കാണിച്ചിട്ടുണ്ട്. CPI എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അപ്രസക്തമാകും. രാജൻ ഭായി നമസ്കാരം. രാജൻ ഭായി, ഈ CPIയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ വിഷാദപൂർവം അല്ലെങ്കിൽ വളരെ സങ്കടപ്പെട്ട് CPIയുടെ മുൻ മന്ത്രിയും MLAയും ഒക്കെ ആയിട്ടുള്ള KE ഇസ്മായിലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തന്നോട് പങ്കെടുക്കണ്ട എന്ന് ഉള്ള ഒരു വിലക്ക് വന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. CPIയുടെ ഈ നിലപാടിനോട് എന്താണ് പറയാനുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല, CPS ആക്കണം. കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. സുനീറിൻ്റെ പാർട്ടിയായിട്ട് മാറിയിരിക്കുക. സുനീറിന് ഞെട്ടിച്ച് ത്രെട്ട് ചെയ്യുന്ന, ഇപ്പം മാങ്കൂട്ടത്തിൽ ഷാഫി എങ്ങനെയാണോ ത്രെട്ട് ചെയ്യുന്നത്, അതേപോലെ സുനീറിൻ്റെ കെണിയിൽ ഇവൻ കൊണ്ടുപോയിട്ട് തല വെച്ചിട്ടുണ്ട് ബിനോയ് വിശ്വം എന്ന് പറയുന്നത്. ഇവനൊക്കെ പിന്നെ പണ്ട് ഞാനൊക്കെ ഈ ജനയുഗം പിന്നെ പത്രവും നവയുഗം വാരികയും വീട്ടിൽ വരുത്തിയിരുന്ന പപ്പ CPIയുമായിട്ട് അകന്ന് CPIയുടെ അനുഭവ ചെയ്ത സമയത്ത് വാശിക്ക് വരുത്തിയിരുന്ന നമ്മൾ ചെറുപ്പം തൊട്ടേ ഒക്കെ വായിച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ളതും സുവേറ്റ് ലാൻഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എല്ലാം ഭയങ്കര പ്രസിദ്ധീകരണങ്ങളും വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇയാളെയൊക്കെ എന്തോ ബുദ്ധിജീവിയാണെന്ന് എഴുതിയത്. ഇത് സത്യം പറയണ്ടല്ലോ, പ്രേമേന്ദ്രനെ പിണറായി വിളിച്ചമാര് ഇവനെയൊക്കെ പരമനാറി എന്നാണ് വിളിക്കേണ്ടത്. പരനാറിന്ന് പോലുമല്ല. NE ബാലറാമിൻ്റെയും PK വാസുദേവൻ നായരുടെയും C അച്യുതമേനോൻ്റെയും പിന്നെ മരിച്ചുപോയ ചന്ദ്രശേഖരൻ നായരുടെയും PK ശ്രീനിവാസിൻ്റെയും PS ശ്രീനിവാസിൻ്റെയും VV രാഘവൻ്റെയും ഒക്കെ പോലെയുള്ള നൂറുകണക്കിന് വിശുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ചെറിയ പ്രായത്തിൽ. അതും വടക്കഞ്ചേരി പോലെയുള്ള പ്രദേശത്ത്. ഞാനവിടെ പോയതാണല്ലോ ഒരു മാസം ഇൻ്റർവ്യൂവിന്. അന്നത്തെ കാലത്ത് CPMഉം CPIയും വിഭജിക്കപ്പെടുന്ന സമയത്ത് ജീവിതത്തിന് ഭീഷണി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. ആ സമയത്ത് അരയിൽ കത്തി വെച്ച് നടന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വെട്ടി വീഴുമ്പോൾ ഒരുത്തനെങ്കിലും പിടുത്തണം നിന്നിട്ട് അത് ജീവൻ പണയം വെച്ച് പോയതാ. ഇവരൊക്കെ വിരിച്ചോടുത്ത് കിടക്കുന്നവനാ സുനീറൊക്കെ. 5 പൈസയ്ക്ക് കൊള്ളാത്തൊരു മൊണ്ണയാണ് സുനീർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും രാജ്യസഭ MPമാർ 5% കമ്മീഷൻ മേടിക്കുന്നത് സിബി കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കോൺഗ്രസ്സുകാരെ കുറിച്ച് ലീഗുകാരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനത്തെ ആക്ഷേപം കേട്ടിട്ടുണ്ട്. ചില MPമാർ എന്ത് ചെയ്യും, രാജ്യസഭ MPമാർ പിന്നെ അവരുടെ ഫണ്ട്, ഇപ്പോൾ CB MP ആണ്, ഞാനും MP ആണ്. ഞാൻ പിന്നെ ഒരു പ്രോപ്പർട്ടി മേടിച്ചു എവിടെയെങ്കിലും ഉൾപ്രദേശ് റോഡില്ലാത്ത സ്ഥലത്ത്. ഞാനൊരു പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിൽ ചുളു വിലയ്ക്കാണിക്കും ആ പ്രോപ്പർട്ടി, റോഡും ഇല്ല, ഒരു സൗകര്യമില്ല. സിബിയോട് പറയും സിബിയുടെ ഫണ്ടിൽ നിന്ന് അങ്ങോട്ടുള്ള റോഡ് ഉണ്ടാക്കും. സിബി വേറെ പാർട്ടിയാണ്. സിബിക്ക് താല്പര്യമുള്ള സ്ഥലത്തോട്ട് ഞാൻ എൻ്റെ ഫണ്ടിൽ നിന്ന് റോഡ് ഉണ്ടാക്കും. അപ്പോൾ അഴിമതിയില്ലല്ലോ. ഇമാതിരി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് പരസ്പരം നടക്കാറുണ്ട്. പക്ഷേ CPMനകത്തും CPIക്കകത്തും നടന്നിട്ടില്ല. കേരള കോൺഗ്രസ്സുകാരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോഴൊക്കെ അങ്ങനെയൊക്കെ നടത്തി കാണും. അതല്ലാതെ ഇങ്ങനെ നടന്നിട്ടില്ല. അമ്മാതിരി, അതായത് 5% കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞ് ചോദിച്ച് മേടിക്കുന്ന വൃത്തികേട്ടിലേക്ക് പോകുന്ന ആളുകളെ കൊണ്ടുകൊണ്ട് നടക്കുന്നത്. രാജ്യസഭയിൽ പോയിട്ട് എന്തുണ്ടാക്കിയവൻ? ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഹാരിസ് ബിരാൻ പോയല്ലോ, ജോൺ ബിട്ടാസ് അവിടെ സംസാരിക്കുന്നുണ്ടല്ലോ രാജ്യസഭയിൽ. റഹീമിനെ പോലും ഒന്നും അല്ലെങ്കിൽ ട്രോളിട്ടാണെങ്കിലും അവന് വീഡിയോ കാണുന്നുണ്ടല്ലോ. ഇവൻ വാ തുറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇവൻ ഹിന്ദി അറിയോ, ഇംഗ്ലീഷ് അറിയോ? 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. ഞാൻ ചലഞ്ച് ചെയ്യാവനെ 5 മിനിറ്റ് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഇരുന്ന് സംസാരിക്കാൻ അവൻ റെഡിയാണോ എന്നുള്ളത് എന്നോട് വേണമെന്നില്ല. CBയുടെ മുമ്പിൽ 5 മിനിറ്റിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കാൻ പിന്നെ ഈ സുനീറിനെ ഞാൻ ചലഞ്ച് ചെയ്യുക, വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. 5 മിനിറ്റ് ഇരുന്നാൽ മതി. 5 മിനിറ്റ് അവന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. അതിനിടയ്ക്ക് നമ്മൾ പല ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതീക്ഷിക്കാത്ത അത്ര മാത്രമേ ഉള്ളൂ. കാനൻ രാജേന്ദ്രന് വലിയ പങ്കുണ്ട്. CPIക്കാർക്ക് എത്ര നൊന്നാലും എനിക്ക് പ്രശ്നമില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു എന്ന് പറഞ്ഞിട്ട് VSന്റെ വിഷയത്തിനകത്ത് പിന്നെ പ്രചാരണം നടത്തിയപ്പോൾ CPIക്കാർ ഏറ്റുപിടിച്ചിട്ടുണ്ടല്ലോ. VSന് അനുഭാവപൂർവമായ നിലപാടാണ് വെളിയം ഭാർഗവനും പിന്നെ വെളിയമാശാനും ശേഷം CK ചന്ദ്രപ്പനും ഒക്കെ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കാനൻ രാജേന്ദ്രൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടി എത്തിയതിന് ശേഷം ഇപ്പോൾ സത്യത്തിൽ എന്താ ചെയ്തേ? KE ഇസ്മായിലിനെ അവർ ഇതിനേക്കാളും നല്ലത് ആ സമ്മേളനത്തിൽ വിളിച്ചിട്ട് CPM സമ്മേളനം നടത്തുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് പോലും ഇപ്പം അവരുടെ പരിപാടി ഉണ്ടെങ്കിൽ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ വരെ അതിൽ പങ്കെടുപ്പിക്കും. ഉദ്ഘാടന സെഷനില്ല, പ്രതിനിധിയല്ല അദ്ദേഹം. 68-ലെ പിന്നെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധിയായിരുന്നതാണ്. 68 എന്ന് പറയുമ്പോൾ 32, 25, 57 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇല്ലാത്തൊരു സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ട ആദ്യം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ജില്ലാ ഘടകത്തിൽ പ്രായപരിധി കഴിഞ്ഞെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ പിന്നെ നിശ്ചയിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത കാരണങ്ങൾ കേട്ടിട്ട് വയസ്സുകാലത്ത് ഇതിനേക്കാളും നല്ലത് ഇവരെന്താ ചെയ്യണ്ടേ? അദ്ദേഹത്തെ ആ കോൺഫറൻസിന് വിളിക്കുക, അദ്ദേഹത്തെ സ്റ്റേജിൽ കൊണ്ട് ഇരുത്തുക, കൊടുക്കുന്ന ചായക്കകത്ത് ഇത്തിരി സയനൈഡ് കൊടുത്താൽ മതി എന്നേ. ഒരു മനുഷ്യനെ ഇങ്ങനെ കൊല്ലുന്നതിലേറെ ഈ വയസ്സുകാലത്ത് ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച ഒരാളെ കൊല്ലുന്നതിലേറെ നല്ലത് ഇത്തിരി പൊട്ടാസ്യം സയനൈഡ് കൊടുത്തിട്ട് ഒറ്റയടിക്കാൻ കൊന്നുകളയണം. ആ മനുഷ്യൻ്റെ മനസ്സ് എത്ര നോവുന്നുണ്ടാവും. CB ആ വീട്ടിലൊന്ന് പോയാൽ അറിയാൻ പറ്റും. ഒരു കമ്മ്യൂണിസ്റ്റ് വീട്ടിൻ്റെ എല്ലാ ക്വാളിറ്റികളും സൂക്ഷിക്കുന്ന മക്കളുടെ വിവാഹം നടത്തിയ പാർട്ടി ഓഫീസിൽ നിന്ന് വിവാഹം നടത്തിയതാ, പാർട്ടി കല്യാണമായിട്ട് നടത്തിയതാ. യാഥാസ്ഥിതിക സമൂഹത്തിൻ്റെ മുമ്പിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്ന് റാവുത്തർ സമൂഹത്തിനിടയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരനായി വന്നതാ.
മിലിറ്ററി പോയിട്ട് ജോലിക്ക് പോയിട്ട് ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് അവരുടെ വെരിഫിക്കേഷനകത്ത് വന്നപ്പോഴാണ് മിലിറ്ററിയും തിരിച്ചയച്ചതാ. അങ്ങനെ പ്രവർത്തിച്ച് ചിരിച്ചതാ. ഒറ്റയ്ക്ക് പടവെട്ടി ഒന്നുമല്ല, പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ച് ജയിച്ചതാ. ഇവിടെ ഈ പറയുന്ന സുനീറോ ഈ പറയുന്ന ബിനോ വിശ്വ സ്വന്തം ബൂത്തിൽ ലീഡ് ചെയ്യുമോ? സ്വന്തം നാട്ടിൽ പഞ്ചായത്തിലോട്ടൊന്ന് മത്സരിച്ച് ജയിക്കുമോ? ഒരാളെ MP ആവാനും MLA ആവാനൊക്കെ എളുപ്പമാണ്. ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ പോയിട്ട് പട്ടാമ്പി സ്വന്തം മണ്ഡലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ജയിക്കത്തില്ല. അടൂർ സംവരണ സീറ്റ് അല്ലാന്ന് കൂട്ടിക്കോ. അവിടെ ജനറൽ സീറ്റാണെങ്കിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അടൂർ വേണ്ട, പത്തനംതിട്ട ജില്ല അവൻ്റെ സ്വന്തം ജില്ലയാണല്ലോ. ആറന്മുളയിലോ തിരുവല്ലയിലോ റാന്നിയിലോ കോന്നിയിലോ പോയി അവൻ ജയിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവന്മാരുടെയൊക്കെ അവസ്ഥ. ഈ സുനീറൊക്കെ സ്വന്തം പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഡിവിഷനിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ജയിക്കാൻ പോകുന്നില്ല. അതിൽ അത്രയും ജനപിന്തുണ ഇല്ലാത്ത ആൾക്കാരെ. അതേസമയം K ഇസ്മായിൽ തുടങ്ങിയത് ഗ്രാമപഞ്ചായത്തിലേക്ക്, അത് CPM ഒക്കെ ആയിട്ട് എതിർത്തിട്ട് CPI ഒറ്റയ്ക്ക് നിന്നിട്ട് ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തിയിട്ട് ഗ്രാമപഞ്ചായത്തിലേക്ക്, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വന്തം വാടിയെന്ന്, സ്വന്തം അയൽക്കാർ, സ്വന്തം നാട്ടുകാർ എന്നും കാണുന്നവർ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാ. അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് MLA ആവുന്നത്. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം മന്ത്രിയാവുന്നു, രാജ്യസഭാ അംഗമാകുന്നു, CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് വെളിയത്തിനെ പോലെ സമീപകാല കേരളം കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പോരാളി. CPMന്റെ വലിയേട്ടൻ കളി കളിച്ചപ്പോൾ പോലും അങ്ങനെ വലിയേട്ടൻ കളിക്കണ്ട, രണ്ടത്താണിയും മൂന്നത്താണിയും ഒന്നും അല്ല അവിടെ നിൽക്കുന്നതിന് വരെ പറഞ്ഞിട്ട് വയനാട് സീറ്റ് പകരം പൊന്നാനിക്ക് പകരം ചോദിച്ചു മേടിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ആള്. അങ്ങനെയുള്ള ആളുടെ കൂടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ ആക്കുമോ? അവിടെയാണ് ഈ പൊട്ടനെ കൊണ്ട് നടക്കുന്നത്. കാരണം കമ്മീഷന്റെ പകുതി ഇയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബിനോയ് വിശ്വത്തിന് പണ്ട് മറ്റേ ആളിടുന്ന് അടി കിട്ടിയതാ. ശിവൻകുട്ടനടുന്ന് മരത്തെ കെട്ടിപ്പിടിച്ച് റോഡിന്റെ നടുക്ക് മരം നിൽക്കുക, ഹൈവേ വികസിപ്പിക്കുക, വലിയ മൃഗസ്നേഹി ഒന്ന് കാണിക്കണം, അതേ കെട്ടിപ്പിടിച്ച് മരസ്നേഹി പ്രകൃതി സ്നേഹം കാണിച്ചതാ. ഏത് റോഡ് പോകുമ്പോൾ ഈ മരം നടുക്ക് നിന്ന് കഴിഞ്ഞാൽ വെറുതെ വണ്ടി ഇതേലടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടാകത്തില്ലേ? അപ്പൊ ഷോ ഓഫ് നടത്തിയതാ. ശിവൻകുട്ടിയാണ് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തിയാ. പുള്ളി സംഭവം നിയമസഭയ്ക്കകത്ത് ഡാൻസൊക്കെ കളിച്ചെങ്കിലും പേശര മേളിക്കറി ഡാൻസ് കളിച്ചെങ്കിലും ശിവൻകുട്ടി അവിടോട്ട് വന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ അവിടോട്ട് വന്നു, ഒന്നും പറയാനൊന്നുമില്ല, ഒരൊറ്റ ഒന്നും കൊടുത്തു. പിന്നെ മരവും വേണ്ട ഒന്നും വേണ്ട, ഓടി വണ്ടിയെ കയറിയിട്ട് വീട്ടിൽ പോയി ഇയാള്. അതാണ് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വത്തിന് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തനാ ബിനോയ് വിശ്വം. ബിനയം പോലും ഇപ്പം അകന്നു നിൽക്കുക. ഞാൻ സത്യം പറഞ്ഞല്ലോ, കാനുണ്ടായി മരിച്ചുപോയ ഒരാളെക്കുറിച്ച്, മരിച്ചവരെക്കുറിച്ചും അപവാദം പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒസാമ ബിൻ ലാദൻ വിശുദ്ധനാണോ? അല്ലെങ്കിൽ ഇവിടെ പിന്നെ മുംബൈ താവറോ അസ്മൽ കഥിബ് വിശുദ്ധനാണോ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യരുടെ ചോരയിലൂടെ ചവിട്ടി ചോരച്ചാലുകൾ നീന്തിക്കയറിയ പ്രസ്ഥാനം എന്നാണ് പറയാറുള്ളത്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ അതിനുവേണ്ടി ബലിയർപ്പിച്ചതാ. ആ രക്തസാക്ഷികളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് സ്വന്തം ജീവിതം ഒരു പുരുഷായുസ് മുഴുവൻ ആ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യനെ ക്യാപിറ്റൽ പണിഷ്മെന്റിനെ പറയാതെ വിധിക്കുന്നത് വരെ. അത് തനി വൃത്തികേടാ. ഇപ്പൊ ഈ സമ്മേളനത്തിലുള്ള ഉദ്ഘാടന സെഷനിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചു, ഒന്ന് ആദരിച്ചു. എന്താ കുഴപ്പമുള്ളേ? ഗുരുത്വം എന്ന് പറയുന്നുണ്ട്. നമ്മൾ LP സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപനം നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ മാതൃദേവോഭവ പിതൃദേവോഭവ എന്നൊക്കെ പറയുന്ന പോലെ, അതിഥി ദേവോഭവ എന്നൊക്കെ പറയുന്ന പോലെ ഗുരുദേവോഭവ എന്നുള്ള പഠിച്ചാൽ K ഇസ്മായിലിനെതിരെ ഇത്രയും വലിയ ഒരു എന്താ പറയുക ഒരു വിലക്കൊക്കെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് K ഇസ്മായിൽ CPIയുടെ ബിനോയ് വിശ്വത്തിന് ഇത്ര വലിയൊരു ശത്രുവായിട്ട് മാറുന്നത്? K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയകാല കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ CPIക്കകത്തുള്ള അറിയാലോ, നമുക്ക് CPIക്ക് അണികൾ കുറവാണെങ്കിലും അവരുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ലീഡേഴ്സ് ആയിരുന്നു. ആരൊക്കെയായിരുന്നു അവരുടെ നേതാക്കന്മാർ? സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം വെച്ച് പുലർത്തിയവർ. PV രാഘവൻ തൊട്ട് PKV തൊട്ട് എല്ലാവരെയും ഒരാളെ ഒഴിവാക്കി നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്രയും സംശുദ്ധമായ ഇപ്പോഴല്ല കച്ചവടക്കാരൻ തുടങ്ങിയത്. മണ്ണാർക്കാട്ടുകാരനോട് സുരേഷ് രാജ് ഉണ്ടല്ലോ, ഉള്ള മത്സരത്തിന് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ മത്സരിക്കണം. ലീഗിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പൈസ മേടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ സ്ഥാനാർത്ഥിയായിട്ട് നിന്നോ, പിന്നെ ഫണ്ടായിട്ട് കിട്ടുന്ന പൈസ ചിലവഴിക്കാൻ വേണ്ട, ബോർഡൊന്നും അടിക്കേണ്ട, അതും നിനക്ക് കിട്ടും. അതിന് പകരം നീ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ നിനക്ക് കുറച്ച് പൈസ തരാം. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു എതിർ സ്ഥാനാർത്ഥിക്കാലോ ഭൂരിപക്ഷത്തിന് നയിക്കാമല്ലോ. ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട്, രണ്ടിട്ട് തരത്തിലും കച്ചവടം നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജീവിതകാലം മുഴുവൻ ഇപ്പോൾ ഹൗസിംഗ് ബോർഡിൽ പിന്നെ കുറച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഞാനോട്ട് നല്ല ബന്ധത്തിലായിരുന്നു. 2022 അവരെ ജില്ലാ സമ്മേളനത്തിൻ്റെ സമയത്ത് ഞാൻ സ്ട്രോങ് ആയതിനു ശേഷം പുള്ളി എന്നെ വിളിച്ചിട്ട് ഇനി ഞാനും അങ്ങനെ എടുക്കാമെന്ന് തന്നെ നമ്മൾ കണ്ട പോലെ കൂട്ടിക്കുമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ 5-6 മിസ് കോൾ. ഞാൻ വൈകി എഴുന്നേക്കുന്നത്, ഫോൺ സൈലൻ്റ് ആക്കിയിട്ടേക്കായിരുന്നു. നിങ്ങൾ ഇന്നലെ ചെയ്ത ഇത് കണ്ടു, നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതെന്നാണ്. അപ്പോൾ അതിനകത്ത് ഭീഷണി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അഭിനന്ദന സ്നേഹപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു സുരേഷ് ഏട്ടാന്ന് പറഞ്ഞു. അല്ല നമ്മളൊക്കെ ഇനിയും കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. അതെപ്പോഴും വെൽക്കം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുവഴി പോകുമ്പോൾ കയറി നമുക്ക് ചായ കുടിക്കാം, ഒരുമിച്ച് കുടിക്കാമെന്ന് പറഞ്ഞു. ഇവരെന്താ വെച്ചാൽ ഈ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുക, അതൊരു ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലെ മുതിർന്ന നേതാവിനെ CPM ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. VS ആലപ്പുഴ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോന്നൊക്കെ പറയുമ്പോഴും VSനെ ആദരിക്കേണ്ട പോലെ ആദരിച്ചിട്ടുണ്ട്. അത് CPMന്റെ ഒരു മര്യാദയാണത്. കാരണം എത്ര വലിയ സഖാക്കന്മാരെയാണെങ്കിലും അവർക്ക് ഒരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവർക്ക് കൃത്യമായ ഒരു ബഹുമാനം നൽകുന്നതിൽ CPM പ്രത്യേകം ശ്രദ്ധ പുലർത്താറുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് മാറ്റി നിർത്തിയതിൽ PK ഗുരുദാസൻ സഖാവിന് ചെറിയ അനിഷ്ടമുണ്ടായിരുന്നു. പക്ഷേ
കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടില്ലാന്ന് പറഞ്ഞപ്പോൾ പാർട്ടിയാണ് അദ്ദേഹത്തിന് ഈ വയസ്സുകാലത്ത് വീടുണ്ടാക്കി കൊടുത്തത്. പാലോളി ഉമുതുകൂട്ടി ചില വിഷയങ്ങളിൽ പാർട്ടി ഫോറത്തിനകത്തൊന്നും സ്റ്റേറ്റ് കമ്മിറ്റിയിലൊന്നും അംഗമല്ല. പക്ഷെ മലപ്പുറം ജില്ലയ്ക്കകത്ത് സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാലോളി ഉമുതുകൂട്ടിയോട് കോടിയേരിയും പിണറായിയും ചോദിച്ചിരുന്നു. ഞാൻ പറയട്ടെ, എന്തൊക്കെ കുഴപ്പങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും പിണറായിയും കോടിയേരി ആ മര്യാദ കാണിച്ചിട്ടുണ്ട്. ഈ വിജയരാഘവനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പിന്നെ ഇടക്കാലത്ത് ചുമതല കൊടുത്ത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കോടിയേരിക്ക് വന്നപ്പോൾ മാറി നിന്ന സമയത്ത് അയാൾ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പം പാലോളി പറഞ്ഞിട്ടാണ് വീണ്ടും കോടിയേരി ചുമതല ഏറ്റെടുക്കുന്നത് തൽക്കാലത്തേക്ക്. എന്നിട്ട് സംസ്ഥാന സമ്മേളനത്തിൽ പിന്നെ വരുന്നവരെ മരണപ്പെടുമ്പോൾ ഗോവിന്ദമാഷ കൊണ്ടുവരുന്നത്. ഇതിനെ നേരെ ഡൽഹിയിലോട്ട് അങ്ങ് പറഞ്ഞയച്ചു. അവിടെ ആകുമ്പോൾ അവിടെ AK ജി ഭവനിലിരുന്ന് ന്യായം കുറിച്ചിരുന്നോളും. എന്താവും ഈ CPI സംസ്ഥാന സമ്മേളനം എങ്ങനെ അവസാനിക്കും? സംസ്ഥാന സമ്മേളനത്തിൽ പിന്നെ ഇവർ ജില്ലാ കമ്മിറ്റികളും എന്താ വെച്ചാൽ KE ഫാക്ടർ ഉണ്ടാവരുത്. KE അവിടെ സംസ്ഥാന സമ്മേളനത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ വരുമ്പം ഉദ്ഘാടന സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രക്കാർക്ക് വരെ എനിക്കും സിപിക്കും പോകാമെന്നേ. ആ പോകുന്ന സെഷനിൽ പട്ടിയെപ്പോലെ ഇയാൾ വലിഞ്ഞു കയറി ചെല്ലണമെന്നാണ് അവർ പറയുന്നത്. KE വരുമ്പോൾ അവിടെ ഒരു ഓളം ഉണ്ടാവും. KEയെ കാണാനും KEയെ കേൾക്കാനും ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരാ? KE ഇസ്മായിലും പാലോളി മൂന്നുകൂട്ടി PK ഗുരുദാസനുമാണ് അല്ലേ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മൊത്തം എടുത്തു നോക്കിയോ? തീവ്ര പിന്നെ ഇടതുപക്ഷം എന്ന് പറയുന്നവരെ വേണമെങ്കിൽ കൂട്ടിക്കോ, നക്സൽ ഗ്രൂപ്പുകളെ കൂട്ടിക്കോ, എല്ലാം കൂട്ടിക്കോ. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഇവർ 3 പേരാണുള്ളേ. അങ്ങനെ ഒരാളോട് ഈ അനാദരവ് കാണിക്കുക ഇവർ ഏറ്റവും കുറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ പറയാം, പിണറായിയെങ്കിലും അവർ മാതൃകയാക്കണം. ഇമാതിരി തമ്മാടിത്തരമൊന്നും പിണറായി കാണിക്കത്തില്ല. അവിടെയാണ് ആകെ 4, 3, 7 പേരുള്ള ഇവർ കാണിക്കുന്നത്. പ്രസാദ് കൃഷി വകുപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? റീൽസ് ഇട്ട് കളിക്കാൻ തുടങ്ങി. പ്രസാദിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്ന ആളാണ്. ഒരു ചായക്കടയിൽ പോകുന്നു, പഴയ കൂടെ പഠിച്ച സഹപാഠി ഒരു സ്ത്രീയുടെ കടയിൽ പോകുന്നു. ഇത് ഇയാൾ എന്താ അറിയാതെയാണോ പിന്നെ എടുക്കുന്നത്? അയാളുടെ കൂടെയുള്ള ടീം PR വർക്ക് നടത്തുക. കൃഷി വകുപ്പ് ഓളാക്കിയിട്ടേക്ക് സുനിൽകുമാർ വിലയ്ക്ക് കൊണ്ടുവരുന്ന വകുപ്പാണ്. ആ നെടുമങ്ങാട് പിന്നെ GRNന് പോലീസുകാരനെ വിളിച്ചിട്ട് ഏതോ കേസിനകത്ത് ഇവിടുന്ന് വിളിച്ച് ഞെട്ടിക്കുക. ഇതാ മണി. അപ്പം എന്തായാലും ഈ തെമ്മാടിത്തരം കൊണ്ട് ഈ പാർട്ടിക്കകത്ത് പുതിയ തലമുറയിൽ പ്രതീക്ഷയുള്ളത് VS സുനിൽകുമാറിനെ പോലെയൊക്കെയുള്ള പിന്നെ കുറച്ച് സഖാക്കളിലാണ്, PS സുബാലിനെ പോലെയുള്ള സഖാക്കളിലാണ്, മുഖസിനെ പോലെയുള്ള സഖാക്കളിലാണ് കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി ഉള്ളവർ. അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാതെ ഈ സുനീറിൻ്റെ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇന്നലെ വന്ന സുനീറിൻ്റെ പെട്ടി തൂക്കി അടക്കേണ്ടുന്ന ഗതികേടിലേക്ക് ബിനോയ് വിശ്വവും ഈ പാർട്ടിയും പോയ CPI എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അപ്രസക്തമാകും. LDF തുടർന്നു കഴിഞ്ഞാൽ തന്നെ അവർ 3-ാം സ്ഥാനത്താവും. ജോസ് കെ മാണിയുടെ പാർട്ടിയിലെ താഴെയായിട്ട് മാറും അവരുടെ സ്ഥാനം എന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട.